പ്രിയദർശനം ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഭാഗങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. നമുക്ക് അടുത്ത 2 ശ്ലോകം കൂടിയുള്ളൂ. 4 8 വരി കൂടിയുള്ളൂ. അതുകൂടി പഠിക്കാം. അതിനുശേഷം നമുക്കിതിലിനി എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അത് പറഞ്ഞു തരാം. അപ്പോൾ വളരെ ഗൗരവമുള്ള നല്ല ഒരു പാഠമാണ് പ്രിയദർശനം. നന്നായി പഠിക്കണം. നല്ലോണം പഠിക്കുകയും പഠിച്ച ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ എഴുതി നോക്കുകയും ചെയ്യണം. അങ്ങനെ മുന്നോട്ട് അന്നെന്ന് പഠിച്ചു പോയാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരീക്ഷയോടെടുക്കുമ്പോൾ എല്ലാം നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പഠിക്കുക. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. നമ്മൾ പറഞ്ഞു നിർത്തിയത് പോയതൊക്കെ അഥവാ നമുക്കയെ പ്രയവും സപതി മാറി കാര്യവും ആയ തത്വം അറിവിന്നു മാർന്നു പോട്ടെ ആയതെന്തിവിടെ വാണിടുന്നു നീ എന്നാണ് ചോദിച്ചത്. അതായത് നമുക്ക് പ്രായവും ലക്ഷ്യവുമൊക്കെ മാറി നമ്മൾ പഴയ കുട്ടികളല്ല. ഈ സത്യമൊക്കെ മനസ്സിലാകാനുള്ള അറിവ് നമുക്കുണ്ട്. അങ്ങനെ പക്വതയുള്ള പ്രായത്തിന് ഉടമകളായ നമ്മളിൽ നിന്നും ഇനിയിപ്പോൾ പഴയ രീതിയിലുള്ള പ്രതിഫലനങ്ങളോ പ്രതികരണങ്ങളോ അല്ല പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ദിവാകരൻ അർത്ഥമാക്കുന്നു. എന്നാലും അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ പോകട്ടെ. നീ ഇപ്പോൾ ഇവിടെ വാണിടുന്നത് എന്തുകൊണ്ടാണ് നീ ഇവിടെ വന്നെത്തിയത് എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഓതുകിന്നത് അഥവാ വൃഥാ ശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥം ഏതിനോ നീ തുനിഞ്ഞു നിജകർമ്മനീതരായി ഏതു മാർഗമിയലാ ശരീരികൾ പിന്നെ ഒന്നൊരു ഉപകാരമേതിനോ എന്നെയോർത്തു സഖി ഏതതോതുക അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. കുമാരനാശാൻ വലിയ ഒരു തത്വം നമുക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. എന്താണ്? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അപ്പം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചുമ്മാ ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? വെറുതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തെടുക്കാനല്ലേ? പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം. അപ്പോൾ പരോപകാരമേ പുണ്യം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് നമ്മുടെ സ്വാർത്ഥതയുള്ള നേട്ടങ്ങൾ മാത്രമല്ല, നമുക്ക് മാത്രം എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്താവണം? പരോപകാരമേ പുണ്യം. നാം എന്ത് ചെയ്താലും അതിൻ്റെ ഫലം മറ്റുള്ളവർക്ക് കൂടി ലഭ്യമാവണം, അല്ലേ? അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് രക്ഷയേകണം, മറ്റുള്ളവരെ സഹായിക്കണം. സ്വന്തം ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് സഹായം എത്തിക്കുക, മറ്റുള്ളവരെ രക്ഷിക്കുക. ഇതൊക്കെ തന്നെയാണ് ത്യാഗം എന്നതേ നേട്ടം എന്നൊക്കെ പറയുന്നത്. അതായത് നമ്മൾ ത്യജിക്കുക, നമ്മളുടെ ത്യാഗം മറ്റുള്ളവർക്ക് ഗുണകരം ആവണം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും. ആര്? വിവേകികൾ, വിവേകമുള്ളവര്, അറിവുള്ളവര് അല്ല, തിരിച്ചറിവുള്ളവര് കേട്ടോ. വിവേകമുള്ളവർ എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ അല്ലെങ്കിൽ തിരിച്ചറിവുള്ളവർ എന്തു ചെയ്യും? സ്വന്തം ജീവിതം കൊണ്ട് പോലും മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കും. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നും സുഖത്തിനായി വരേണം. ഇത് ആരുടെ വരികളാണെന്നറിയാമോ? നമുക്ക് പഠിക്കാം. ചെയ്യുമ്പോൾ പറയാം. ആയ തത്വം അറിവിന്നു മാർന്നു, അല്ലേ? ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള അറിവും നമ്മിൽ വളർന്നു. അതുകൊണ്ട് നീ ഇവിടെ വന്നത് എന്താണ്? ഇനിയിപ്പോൾ വന്ന കാര്യം ഒന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് നിന്നെ ഇവിടെ കാണായി എന്ന് ദിവാകരൻ സ്നേഹത്തോടു കൂടി തന്നെയാണ് നളിനിയോട് ചോദിക്കുന്നത് കേട്ടോ.
ഓതുകിന്നത് ഏതാ? ഓതുക ഇന്ന് അത്, അത്രയും വാക്കാണത് കേട്ടോ. ഓതുക ഇന്ന് അത് അഥവാ. എത്ര വാക്കുകളുണ്ട്? ഓതുക ഇന്ന് അത് അഥവാ 4 വാക്കുകളാണ് അത്രയും. ഓതുകിന്നത് അഥവാ വരെ. അപ്പോൾ ഓതുക എന്ന് പറഞ്ഞാൽ പറയുക, ഇന്ന് തന്നെ, അഥവാ അത് ഇന്ന് ഓതുക. ഏതാ? എന്തിവിടെ വാണിടുന്നു നീ? എന്താണ് നീ ഇന്നിപ്പോൾ ഇവിടെ വരാൻ കാര്യം എന്താണ്? ഇങ്ങനെയൊരു സ്ഥലത്ത് നളിനിയെ കണ്ടെത്താനുണ്ടായ കാര്യം എന്ത്? ഇതൊക്കെയാണ് അദ്ദേഹം ചോദിച്ചത്. ഓതുക, പറയുക, അല്ലയോ സഖി, അല്ലയോ കൂട്ടുകാരി, നീ ഇന്ന് ഇവിടെ വരാനുണ്ടായ കാര്യം ഏതാണ്, എന്താണ്? അപ്പോൾ നളിനി ഇവിടെ വരണമെങ്കിൽ നളിനിക്കൊരാഗ്രഹമുണ്ടല്ലേ, അതെന്താണെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കേട്ടോ, അഥവാ അല്ലെങ്കിൽ വൃഥ. ഞാനത് ചോദിക്കുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ശുഭേ എന്താ? ശുഭ, മംഗളശീലേ, നല്ല ശീലമുള്ളവളെ, നല്ല സ്വഭാവം ഉള്ളവളെ, അങ്ങനെയാണ് ശുഭേ എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. നല്ല സ്വഭാവം ഉള്ളവളെ. അപ്പോൾ അങ്ങനെയുള്ള നളിനി, നല്ലവളായ നളിനി, നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് പറയുക. ഇനി അഥവാ നീ പറഞ്ഞാലും ചിലപ്പോഴതെന്താവും? വൃഥ, വെറുതെയാവും, നിഷ്ഫലമാകും. അതെന്താ അങ്ങനെ പറഞ്ഞത്? നീ പറയാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറയുക, ചിലപ്പോൾ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താ? ഹേതു എന്ന് പറഞ്ഞാൽ കാരണം. കാരണം. കേതു ആണല്ലോ കൊടി കേട്ടോ. കേതു എന്ന് പറഞ്ഞാൽ കൊടി, ഹേതു എന്ന് പറഞ്ഞാൽ കാരണം. ഹേതു കേൾക്കുവത്, ഒരർത്ഥം ഏതിനോ. അതായത് ഇപ്പോൾ നിന്റെ ആഗ്രഹം പറയുക, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറയുക. നളിനി അവിടെ എത്തണമെങ്കിൽ നളിനിക്ക് ഒരാഗ്രഹമുണ്ട് അല്ലേ? ദിവാകരൻ ഇവിടെ എത്തണമെങ്കിൽ ദിവാകരനും ഒരാഗ്രഹമുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഓരോരുത്തരും മുന്നോട്ട് നയിക്കപ്പെടുന്നത് ആരുടെ ആഗ്രഹപ്രകാരമാണ്? അവനവൻ്റെ ആഗ്രഹപ്രകാരം കേട്ടോ. ആഗ്രഹം ഒരു വശത്ത്, പിന്നെ നമ്മൾ കർമ്മഫലം എന്നൊക്കെ പറയുമല്ലോ. കർമ്മഫലം എന്ന് പറയുന്നത് പോലെ നമ്മുടെ കർമ്മയോഗം, നമ്മുടെ കർമ്മം ഏതോ അതനുസരിച്ചേ നമ്മൾ പോവുകയുള്ളൂ എന്നൊക്കെ പറയാം. ഒന്നുകിൽ അത് നമ്മുടെ വിധിയാവാം, അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹമാവാം. എന്തായാലും ഓരോരുത്തരുടെയും മാർഗം, ഓരോരുത്തരും നയിക്കപ്പെടുന്നത് അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും. നോക്കിക്കോ, ഓതുകിന്നത് അഥവാ വൃഥാ ശുഭേ, അല്ലയോ മംഗളശീലേ, നല്ലവളായിട്ടുള്ളവളെ, നീ എന്താണ് ഇവിടെ വന്നതെന്ന് പറയുക. ഇനി പറഞ്ഞാലും ചിലപ്പോൾ അത് നിഷ്ഫലമായേക്കാം. അതായത് നളിനിയുടെ ആഗ്രഹം പറയും. പറഞ്ഞാലും അത് ഫലവത്താക്കി കൊടുക്കാൻ ഒരുപക്ഷെ ദിവാകരന് സാധിച്ചു എന്ന് വരില്ല. കാരണം ഓരോരുത്തരും അവനവൻ്റെ വഴിക്കാണ് യാത്ര തിരിക്കുന്നത് അല്ലേ? അത് നീ പറഞ്ഞിട്ടുണ്ടോന്ന് നോക്കാം. ഓതുകിന്നത് അഥവാ വൃഥ ശുഭേ, അത് മനസ്സിലായോ? വൃഥ എന്ന് പറഞ്ഞാൽ വെറുതെ. ആ വൃഥയുടെ സ്ഥാനത്ത് ആ ചിഹ്നം, യായുടെ ചിഹ്നം വന്നാൽ വ്യഥ എന്നാകുകയാണെങ്കിൽ എന്താണെന്നറിയാമോ അർത്ഥം? വ്യഥ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. വൃഥ, ഇത് ഇറുവിൻ്റെ ചിഹ്നമാണേ. വാ കഴിഞ്ഞ് കിടക്കുന്ന ചിഹ്നം കണ്ടോ? ഇറുവാണ്. ഇനി വ്യഥ, യായുടെ ചിഹ്നം ഉണ്ടല്ലോ, പലപ്പോഴും നിങ്ങൾക്ക് തെറ്റിപ്പോണതാ. ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതിനെന്താ വ്യത്യാസം എന്ന് വിചാരിച്ചിട്ടാണ് പലരും എഴുതുന്നത്. എല്ലാം ഒരുപോലെ. യായുടെ ചിഹ്നം പക്ഷെ അങ്ങനെയല്ല. അതെഴുതി കാണിക്കാം. വ്യഥ എന്ന് പറഞ്ഞാൽ ദുഃഖം, വൃഥ എന്ന് പറഞ്ഞാൽ വെറുതെ, നിഷ്ഫലം എന്നൊക്കെ.
അതുപോലെ ശുഭേ, ശുഭേ അല്ലയോ ശുഭേ. ശുഭം എന്ന് പറഞ്ഞാൽ എന്താ? ശുഭം, പര്യവസാനം അല്ലേ, മംഗളം എന്നുള്ള അർത്ഥത്തിലാണ് ശുഭം. സിനിമയൊക്കെ കാണുമ്പോഴത്തേനും അതിൻ്റെ അടിയിൽ എഴുതി കാണിക്കുന്ന കൂട്ടല്ലേ ശുഭം. പണ്ട്, ഇപ്പോൾ അങ്ങനെയൊന്നും കാണിക്കുന്നില്ലെന്നാണ് തോന്നുന്നത്. ഇവിടെ ശുഭേ, അതായത് ശുഭം എന്ന് പറയുമ്പോഴും മംഗളകരമായി പര്യവസാനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം കേട്ടോ. ശുഭേ എന്ന് പറഞ്ഞാൽ മംഗളശീലേ, നല്ല ശീലമുള്ളവളെ. അല്ലയോ നളിനി, നിന്റെ കാര്യം, നീ ഇവിടെ വരാൻ കാര്യം എന്താണെന്ന് നീ പറയുക. എന്നിട്ട് അദ്ദേഹം തന്നെത്താൻ പറയുകയാണ്, ചിലപ്പോൾ പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ല, ഒക്കെ വെറുതെ ആകും. നീ എന്താണ് ആഗ്രഹിച്ചു വന്നുവോ അത് നടക്കണം എന്ന് ഉറപ്പൊന്നും ഇല്ല. ഹേതു കേൾക്കുവത്, ഒരർത്ഥം ഏതിനോ ഹേതു കേൾക്കുവത്, നീ പറയുന്നത് കേൾക്കുവാൻ ഞാൻ തയ്യാറാണ്. ഏതർത്ഥത്തിലായാലും നീ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അത് നീ പറയുക. അതിൻ്റെ കാരണം അല്ലെങ്കിൽ ഇവിടെ എത്താനുണ്ടായ കാരണം എന്താണെന്ന് നീ പറയുക. ചിലപ്പോൾ ഫലവത്താകാം, ചിലപ്പോൾ നിഷ്ഫലമാകും. എന്തായാലും നീ അത് പറയുക. പിടികിട്ടിയല്ലോ. നീ തുനിഞ്ഞു, തുനിഞ്ഞു എന്ന് പറഞ്ഞാൽ തയ്യാറായി. നീ എന്തിനോ തയ്യാറായി അല്ലേ, അത് കേൾക്കുക. പറയുകയാണെങ്കിൽ ഞാൻ കേൾക്കാം. നീ എന്തിനു വേണ്ടിയാണോ തുനിഞ്ഞ് ഇറങ്ങി വന്നത് ആ കാരണം നീ പറയുക. നിജകർമ്മ, ചിലപ്പോഴത് വൃഥ ആയിരിക്കും എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. കാരണം എന്താണെന്നറിയാവോ? നിജ, തൻ്റെ, നിജകർമ്മ നീതർ, നീതർ എന്ന് പറഞ്ഞാൽ നയിക്കപ്പെടുന്നവർ. നിജകർമ്മ നീതരായി ഏതു മാർഗമിയല ശരീരികൾ, ശരീരികൾ ശരീരമുള്ളവർ, അതായത് ഇവിടെ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ഓരോരോ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ആ സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കർമ്മത്താൽ നയിക്കപ്പെട്ടാണ്. ഇവിടെ ഓരോരുത്തരും ജീവിതത്തിൽ ഓരോരോ മാർഗങ്ങൾ തേടുന്നത് അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും. അല്ലെങ്കിൽ കർമ്മഫലം എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മുടെ കർമ്മം അനുസരിച്ച് ഓരോരുത്തരും ഓരോരോ വഴികൾ സ്വീകരിക്കുന്നു. ശ്രീബുദ്ധൻ തന്നെ, സിദ്ധാർത്ഥൻ രാജകുമാരനായി ജനിച്ചു വളർന്നു. പക്ഷേ അദ്ദേഹം ആരായി? ശ്രീബുദ്ധനായി അല്ലേ. ബുദ്ധൻ നല്ല ലോകമറിയുന്ന ഒരു സന്യാസിയായി മാറി. അദ്ദേഹത്തിന് ഇഹലോകത്തിലെ ഒരു സുഖങ്ങളും ആവശ്യമില്ലായിരുന്നു, ആഗ്രഹമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കർമ്മത്താൽ അദ്ദേഹം നീതനായി, നയിക്കപ്പെട്ട് അദ്ദേഹം ഒരു സന്യാസിയായി മാറുകയാണ് ചെയ്തത്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട്. അത് അവനവൻ്റെ ആഗ്രഹങ്ങളാവാം. ആ ആഗ്രഹങ്ങളെയാണ് ഇവിടെ കർമ്മം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നീതരാകുക എന്ന് പറഞ്ഞാൽ നയിക്കപ്പെടുക. അപ്പോൾ നീ തുനിഞ്ഞു, എന്തിനോ തുനിഞ്ഞു തയ്യാറായി. നിജ കർമ്മ നീതര, അവനവൻ്റെ കർമ്മത്താൽ നീതരായാണ് ഓരോരുത്തരും. ഇപ്പോൾ നളിനി ഇവിടെ വന്നിരിക്കുന്നു എങ്കിൽ അത് നളിനിയുടെ ആഗ്രഹപ്രകാരമാണ്. ആരും നളിനിയെ അടിച്ചു വിട്ടതല്ല അല്ലേ. ദിവാകരൻ സന്യാസിയായി മാറിയെങ്കിൽ അത് ദിവാകരൻ്റെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ രണ്ടാളും കർമ്മനീതരായി, അവനവൻ്റെ കർമ്മത്താൽ നീതരായി മുന്നോട്ട് പോവുകയാണ്. മനുഷ്യർ അങ്ങനെയാണ്. അവനവൻ്റെ കർമ്മത്തിനനുസരിച്ച്, അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോകും. അവിടെ നമ്മുടെ ആഗ്രഹം വേറൊരാളോട് പറഞ്ഞാൽ അത് ഫലത്തിലെത്തിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, ഫലമാകുമെന്നും ഒരു നിർബന്ധവുമില്ല. അതായത് ഒരാൾ തൻ്റെ ആഗ്രഹം വേറൊരാളോട് പറയുക എന്ന് പറയുന്നത് ചിലപ്പോൾ വൃഥാവിലാവും. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, എന്താണ്, നീ എന്തിനാണ് ഓതുന്നത്, അഥവാ വൃഥ, നീ പറയുക, പക്ഷേ അല്ലയോ ശുഭേ, അത് ചിലപ്പോൾ വൃഥാവിലാകും, വെറുതെ ആവും. ഞാൻ കേൾക്കാം. ഓരോരുത്തരും ഓരോ വഴി നിശ്ചയിക്കുന്നത്, ജീവിക്കുന്നത് അവനവൻ്റെ ആഗ്രഹത്തിന് അടിമപ്പെട്ടിട്ടാണല്ലോ. ശരീരികൾ, മനുഷ്യർക്ക് ജീവിതത്തിൽ സ്വന്തം ആഗ്രഹമനുസരിച്ച് ജീവിക്കാൻ സാധിക്കും. അവനവൻ്റെ കർമ്മത്താൽ നീതരായി ഓരോരുത്തരും ജീവിതത്തിൽ മുന്നോട്ട് പോകും എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ
ജനിച്ച നാളിൽ നാം ഏത് സാഹചര്യത്തിലാണോ ജീവിച്ചത് അവസാനം വരെ അങ്ങനെ പോകണം എന്നൊന്നും നിർബന്ധമില്ല. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് പല മഹാന്മാരെയും അവരെക്കുറിച്ച് വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. അവരുടെ ജീവിതമൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കാം ചിലപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യം അനുസരിച്ച് മനുഷ്യൻ ചിലപ്പോൾ മുന്നോട്ട് പോകും. അവിടെ വേറൊരാളുടെ വാക്കിനൊന്നും വലിയ പ്രസക്തിയില്ല. കേൾക്കുന്നത് കൊണ്ടും പ്രസക്തിയില്ല, പറയുന്നത് കൊണ്ടും പ്രസക്തിയില്ല. അപ്പോൾ ദിവാകരന് നളിനിക്ക് ദിവാകരനെയോ തിരുത്താൻ സാധിക്കുമെന്നാണോ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, തിരുത്താൻ സാധിക്കില്ല. രണ്ടുപേരുടെയും വഴികൾ എടുത്തിരിക്കുന്നത് അവർ രണ്ടുപേരുമാണ്. ആ വഴിയിൽ അവർ സഞ്ചരിക്കുകയാണ്. പിന്നെ എന്നാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നാലും ഒരു ഉപകാരം ഏതിനോ എന്നെയോർത്തു സഖി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും എന്തോ ഒരു ഉപകാരത്തിനാണ് അല്ലയോ സഖി നീ എന്നെ ഓർത്തതും ഇവിടെ വന്നതും. ദിവാകരനിൽ നിന്നും എന്തെങ്കിലും ഒരു പ്രയോജനം പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ നളിനി ദിവാകര സമീപത്തേക്ക് എത്തിയത്. അതാണ്. പിന്നെ ഒരു ഉപകാരമേതിനോ എന്നെ ഓർത്തു സഖി ഏതതോതുക. പിന്നെ നീ എന്തായാലും നാട്ടിൽ നിന്നും ഇവിടെ വരെ എത്തണമെങ്കിൽ അത് എന്നിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ. അത് എന്താണ്? അത് ഓതുക. ഏതാണ് അത് എന്ന് പറയുക. നീ ഏത് കാര്യാർത്ഥമാണോ, ഏത് കാര്യം സാധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ ഈ ഹിമാലയ സാനുവിൽ എത്തിച്ചേർന്നത്, ആ കാര്യം നീ പറഞ്ഞാലും എന്ന് ദിവാകരൻ പറയാം. കാരണം ഓരോരുത്തരും ഓരോ വഴി തിരഞ്ഞെടുക്കുന്നത് അവനവൻ്റെ ഇഷ്ടത്തിനാണ്. എന്നാലും ഇവിടെ നളിനി ഏതോ ഒരു മാർഗത്താൽ, ഏതോ ഒരു ലക്ഷ്യത്താൽ ദിവാകരന് സമീപം എത്തിയപ്പോൾ ദിവാകരനിൽ നിന്നും എന്തെങ്കിലും അവൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അല്ലേ? അതുകൊണ്ടാണ് പറയുക, എന്നിൽ നിന്നും നീ എന്താണ് പ്രതീക്ഷിച്ചത്, ഏത് ഉപകാരമാണ് പ്രതീക്ഷിച്ചത്, എന്ത് പ്രയോജനമാണ് പ്രതീക്ഷിച്ചത്, അത് നിനക്ക് പറയാമോ? അല്ലെങ്കിൽ നീ പറഞ്ഞാലും അത് ഓതുക. അത് ഏതാണെന്ന് നീ പറയുക. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അതിനോടൊപ്പം തന്നെ അദ്ദേഹം വീണ്ടും അവളെ ആത്മീയതയുടെ തത്വങ്ങൾ അവളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അതായത് ഭൗതിക സുഖങ്ങളിൽ നിന്ന് മോചനം ഇല്ലാത്തൊരു വ്യക്തിയാണ് നളിനി എന്ന് ദിവാകരൻ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. നളിനിയുടെ ലക്ഷ്യവും വരവിൻ്റെ കാരണവും ഒക്കെ ദിവാകരന് ഏതാണ്ടെങ്കിലുമൊക്കെ ഊഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നളിനിയുടെ നാവിൽ നിന്ന് പറയുക എന്ന് പറഞ്ഞാലും പറഞ്ഞ് കേൾക്കുന്നതിന് മുൻപ് തന്നെ ദിവാകരൻ അവളോട് പറഞ്ഞതെന്താ? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അന്യജീവൻ ഉതകി സ്വജീവിതം, സ്വന്തം ജീവിതം അന്യനു വേണ്ടി ഉതകി, മറ്റുള്ളവർക്ക് വേണ്ടി ഉതകി, പ്രയോജനപ്പെടുത്തി ജീവിതം ധന്യമാക്കുന്നവരാണ്. അതായത് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് അതിൻ്റെ നേട്ടം നമ്മൾ തന്നെ ആർജിക്കാൻ ശ്രമിക്കരുത്. നമ്മളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കാണ് ഉപകാരം ഉണ്ടാവേണ്ടത്. അങ്ങനെയുള്ള ആളുകളാണ് വിവേകികൾ. വിവേകം ഉള്ളവർ, തിരിച്ചറിവ് ഉള്ളവർ. നളിനിയുടെ ജീവിതം കൊണ്ട് നളിനിയേക്കാളേറെ മറ്റുള്ളവർക്കാകണം ഉപകാരം. ദിവാകരൻ്റെ ജീവിതം കൊണ്ട് നേട്ടങ്ങളൊന്നും ദിവാകരനാവരുത്, മറ്റുള്ളവർക്കാകണം. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അപ്പോൾ വിവേകമുള്ള ആളുകൾ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് നൽകി സ്വന്തം ജീവിതത്തെ എന്താക്കണം? ധന്യമാക്കണം.
അപ്രകാരം ചെയ്യുന്ന ആളുകളാണ് വിവേകികൾ. എന്ന് പറഞ്ഞാൽ സ്വാർത്ഥമോഹങ്ങളില്ലാതെ പരോപകാരമേ പുണ്യം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് നേട്ടത്തിനു വേണ്ടി ജീവിക്കുക. ഇത് തന്നെയാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം എന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന അർത്ഥവും. അവനവന് ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും മറ്റുള്ളവർക്കും സുഖത്തിനായി വരണം. അതേ ദർശനമല്ലേ ഇതും? അവനവൻ ആത്മസുഖത്തിന്, നമ്മൾ നമ്മളുടെ സുഖത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഫലം കിട്ടേണ്ടത് മറ്റുള്ളവർക്കായിരിക്കണം. അല്ലാതെ നമ്മൾ നമുക്ക് വേണ്ടി സ്വാർത്ഥമോഹങ്ങൾ വളർത്തുകയല്ല ചെയ്യേണ്ടത്. അതേ ദർശനം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉത്തമ ശിഷ്യനായ കുമാരനാശാൻ. അതറിയുമോ? ശ്രീനാരായണ ഗുരുവിൻ്റെ ഉത്തമ ശിഷ്യനാണ് കുമാരനാശാൻ. ഈ കുമാരനാശാന്റെ ദർശനവും ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും ഒന്ന് തന്നെയാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരണം. അത് തന്നെയാണ് അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പറയുന്നിടത്ത്. മനസ്സിലായോ? അപ്പോൾ നളിനിയെക്കൊണ്ട് നളിനിയുടെ ആഗ്രഹം പറയാൻ പറയുന്നുണ്ട് എങ്കിലും അദ്ദേഹം പറയുന്നു, പറഞ്ഞിട്ടും കാര്യമില്ല. ഓരോരുത്തരും സഞ്ചരിക്കുന്നത് അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ്. അവനവൻ്റെ കർമ്മത്താൽ നീതരായി നയിക്കപ്പെടുകയാണ്. ഈശ്വരനാണ് അതിനു മുന്നിൽ നിന്നും നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഈശ്വര നിയോഗാർത്ഥം ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണുള്ളത്. ആ വഴിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിൽ ഒരാൾക്ക് വേറൊരാളുടെ വഴിയെ തിരുത്താൻ അവകാശമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ ആഗ്രഹം വേറൊരാളോട് പറഞ്ഞിട്ട് കാര്യവും ഇല്ല. എന്നിട്ട് പിന്നെയും പറയുന്നത് എന്താ? എന്നാലും എന്നെ തിരഞ്ഞ് ഇവിടെ എത്തണമെങ്കിൽ അതിനൊരു എന്തെങ്കിലും ഉപകാരം പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. അതെന്താണെന്ന് ഓർത്ത് എന്നോട് പറയുക. ആ പറയുന്നതിനും മറുപടി ലഭ്യമാകുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞ് നളിനിയെ ബോധവൽക്കരിക്കുന്നു. എന്താ ബോധവൽക്കരിക്കുന്നത്? മറ്റുള്ളവർക്ക് ഉതകാനുള്ളതാണ് നമ്മളുടെ ജീവിതം. നമ്മളുടെ ജീവിതം മറ്റുള്ളവൻ്റെ നേട്ടത്തിന് വേണ്ടി ഉതകുക. അങ്ങനെ സ്വന്തം ജീവിതത്തെ ധന്യം ആക്കുക. സ്വന്തം നേട്ടങ്ങൾ ആർക്കും പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഭൗതിക സുഖങ്ങളിൽ ലയിച്ച ഒരു ജീവിതത്തിലേക്ക് ആരെയും നയിക്കാൻ ദിവാകര യോഗി ഇഷ്ടപ്പെടുന്നില്ല. ദിവാകര യോഗി എന്താവാനാണോ ആഗ്രഹിക്കുന്നത് ആ വഴിയിലൂടെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകണം. അത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വന്തം നേട്ടമല്ല, അദ്ദേഹത്തിന് ആത്മീയതയാണ്. ആത്മീയതയ്ക്ക് മേലെ ലൗകികത വിജയം വരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നതും ഇല്ല. അപ്പോൾ ഈശ്വര സാക്ഷാത്കാരത്തിനു വേണ്ടി തപസ്സനുഷ്ഠിച്ച് ജീവിതത്തിൽ ഭൗതികമായ എല്ലാ സുഖങ്ങളെയും വെടിഞ്ഞ് മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു യോഗിയുടെ സതുപദേശമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താ നളിനിയോട് അവസാനം അദ്ദേഹം ഉപദേശിച്ചു കൊടുത്തത്? ഒരിക്കലും സ്വാർത്ഥത പാടില്ല, സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ രീതിയിൽ ജീവിക്കുക. അവിടെയാണ് നമ്മൾ ആരാവുന്നത്? വിവേകികൾ ആകുന്നത്. ഇതാണ് ഈ പറഞ്ഞ വരികളുടെ അർത്ഥം. ഇത്രയുമൊക്കെ പറഞ്ഞ് ദിവാകരൻ നളിനിയെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കാൻ ശ്രമിക്കുന്നതാണ് നാം കാണുന്നത്. നളിനി ഇവിടെ കൊണ്ട് പൂർണ്ണമാകുന്നില്ല അല്ലേ? നളിനിയുടെ കഥ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ പരിസമാപ്തി എന്ന് പറഞ്ഞാൽ ദിവാകരൻ്റെ പാദതാരുക്കളിൽ നളിനി തൻ്റെ ജീവിതം സമർപ്പിക്കുകയും ദിവാകരൻ്റെ കർമ്മത്താൽ നയിക്കപ്പെട്ട് വീണ്ടും സന്യാസ ദീക്ഷയുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഏതാണ്ട് നളിനി എന്ന പാഠഭാഗത്തിൻ്റെ കുറച്ച് ഭാഗമാണ് ഇവിടെ പഠിച്ചത്. എങ്കിലും നളിനി എന്ന കഥ
ഏതാണ്ട് ആദ്യവസാനം മനസ്സിലാക്കുവാൻ ഈ പാഠഭാഗത്തിന് കഴിയുന്നുണ്ട്. പാഠം നല്ലവണ്ണം വായിക്കുക, പഠിക്കുക. ഇനി ഇതിലുള്ള മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് പറയാത്ത വാക്കുകളോ അർത്ഥങ്ങളോ സന്ധിയോ സമാസമോ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു ക്ലാസ് കൂടി ഈ പാഠത്തെ ഒന്ന് മനസ്സിലാക്കിക്കുവാൻ വേണ്ടി തരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.